ഹലോ എവരിബഡി, ഞാൻ റിസ സക്രിയാസ്. എല്ലാവർക്കും മൈക്കിൾസ് മൈറ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ന്യൂട്രിപോട്ടിലൊരു ചിക്കൻ കറി ഉണ്ടാക്കാം. അതിനുള്ള ചേരുവകൾ ഞാൻ 1400 ഗ്രാം ചിക്കൻ എടുത്തിരിക്കുന്നു, 3 മീഡിയം സൈസ് തക്കാളി അരച്ച് വെച്ചിരിക്കുന്നു, 3 മീഡിയം സൈസ് സവാള അരച്ച് വെച്ചിരിക്കുന്നു, കുറച്ച് മല്ലിയില, 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ. ചിക്കൻ്റെ എണ്ണ ഇറങ്ങും, അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ മാത്രം എണ്ണ എടുത്താൽ മതി. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ സ്പൈസി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഈ ന്യൂട്രിപോട്ടിൻ്റെ അടപ്പെടുത്ത് ഞാൻ ഇങ്ങോട്ട് വെക്കുന്നു. ന്യൂട്രിപോട്ട് ഓൺ ചെയ്യുന്നു. ഇത് ഞാൻ സോത്തേ മോഡിൽ, അതായത് ഇത് വരട്ടുന്നതിനുള്ള മോഡിലേക്ക് ഇടുന്നു. വരട്ടുന്നതിനുള്ള മോഡ് 10 മിനിറ്റാണ്. ഈ 10 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നിടം വരെ ഈ 00 ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. 10 മിനിറ്റ് സ്റ്റാർട്ട് ആകുമ്പോൾ ഈ കറക്കം അങ്ങോട്ട് നിൽക്കും. ഈ ന്യൂട്രിപോട്ടിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ചു. ഇനി നമുക്ക് എണ്ണ ചൂടാകുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആദ്യമായിട്ട് സവാള ഇട്ടു. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ മസാല ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ നമുക്കിത് മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് ലൈറ്റ് ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്കിനിയും കാണാം. ഈ മസാല പൊടികളെല്ലാം കൂടെ ഞാനിനി ഒന്നിച്ച് വെക്കാൻ പോകുന്നു. സാധാരണ നമ്മൾ മറ്റ് പാത്രങ്ങളിൽ ഉണ്ടാക്കുമ്പോൾ ഗ്യാസ് സിമ്മിൽ വെച്ചിട്ട് നമ്മൾ മസാലപ്പൊടി ഓരോന്നോരോന്നായിട്ട് ഇടും. പക്ഷേ ഇതിന് സിമ്മിൽ വെക്കാനുള്ള അല്ല ടെമ്പറേച്ചർ കുറയ്ക്കാനുള്ള പ്രൊവിഷൻസ് ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ മസാലപ്പൊടി എല്ലാം കൂടെ ഒന്നിച്ചത്. നമ്മുടെ ഈ സവള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ പൊടികളെല്ലാം കൂടെ ഇടുന്നു. ഇനി മിക്സ് ചെയ്യുന്നു. നമ്മുടെ മസാലപ്പൊടിയുടെ റോ സ്മെല്ലെല്ലാം പോയി. ഇതിലേക്ക് ഞാനിനി തക്കാളി ഇട്ടു. സോൾട്ട് ഞാൻ പറയാൻ മറന്നു പോയിരുന്നു. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ സോൾട്ട് ഇട്ടു. ഈ കട്ട് ചെയ്ത് വെച്ചിരുന്ന മല്ലിയിലയൊക്കെ ഇട്ട് 1 പിടി മല്ലിയില ഇടുന്നു. ഇനി എണ്ണ തെളിഞ്ഞ് വരുന്നിടം വരെ നമുക്ക് ഇത് മിക്സ് ചെയ്യണം. നമ്മുടെ മസാല നല്ലപോലെ ഫ്രൈ ആയി നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ അകത്ത് തക്കാളിയുടെ വെള്ളമെല്ലാം പറ്റി തീർന്നു. എണ്ണ സൈഡിൽ കൂടെ വന്നും തുടങ്ങി. ഇതിലേക്ക് ഞാനിനി ഈ ചിക്കൻ ഓരോരോ പീസസ് ആയിട്ട് ഇടാൻ പോകുന്നു. ഇനി നമുക്കിത് ശരിക്കും ഒരു 2-3 മിനിറ്റ് ഇളക്കി കൊടുക്കണം. നമ്മുടെ ചിക്കനും മസാലയെല്ലാം നല്ലപോലെ മിക്സായി. ഇനി ഞാനിത് നമ്മുടെ ഈ സോത്ത മോഡ് ക്യാൻസൽ ചെയ്യുന്നു. ഇനി നമുക്ക് 3 മിനിറ്റ് ബാക്കിയുണ്ട്. പക്ഷേ നമ്മുടെ ചിക്കനും മസാലയെല്ലാം ശരിക്കും മിക്സായി. അതുകൊണ്ട് ഞാൻ ഈ സോത്ത മോഡ് ക്യാൻസൽ ചെയ്യുന്നു. അതിന് ശേഷം ചിക്കൻ കറിയിൽ പ്രസ് ചെയ്യുന്നു. ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് 16 മിനിറ്റ് എടുക്കും. വെള്ളം നമ്മൾ ഒട്ടും ഒഴിച്ചിട്ടില്ല. ഇത് ക്ലോസ് ചെയ്യുന്നത് നമ്മുടെ ഇടത്ത് വശത്തേക്ക്. ഇതിൽ ഓൾറെഡി എഴുതിയിട്ടുണ്ട് ക്ലോസ് ഈ സൈഡിലേക്ക്, ഓപ്പൺ ചെയ്യാനായിട്ട് ആ സൈഡ്. നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇതിപ്പം വെൻഡിങ് മോഡിലാണ്. ഈ വെൻഡിങ് മോഡിൽ ഇട്ടിട്ട് നമ്മൾ പോകുകയാണെങ്കിൽ ഇതിൻ്റെ ആവി മുഴുവൻ വെളിയിൽ പോകും. നിങ്ങളുടെ ചിക്കനും കരിഞ്ഞു പോകും, നിങ്ങളുടെ പാത്രവും കരിഞ്ഞു പോകും. അതുകൊണ്ട് എപ്പോഴും ഓർത്തിരിക്കണം, ഈ എലിവേറ്റഡ് ആയിട്ടുള്ള പ്ലേസാണ് വെൻഡിങ് മോഡ്. അതിന് അപ്പുറമുള്ള ഈ താഴ്ന്ന പ്ലേസ് സീലിംഗ് മോഡ്. നമ്മളെപ്പോഴും ഇത് സീലിംഗ് മോഡിലേക്ക് ആക്കിയിരിക്കണം. അതായത് നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് വരും സീലിംഗ് മോഡ്. ഇനി നമുക്ക് പോയി നമ്മുടെ പണിയൊക്കെ ചെയ്യാം. 16 മിനിറ്റ് കൊണ്ട് നമ്മുടെ ചിക്കൻ വെന്ത് കിട്ടും. നമ്മുടെ
ന്യൂട്രിപോട്ട് ഓട്ടോമാറ്റിക്കലി തണുത്തിരിക്കുന്നു. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നിങ്ങൾക്ക് കാണാം ഒരു ഡ്രോപ്പ് വെള്ളം പോലും ഞാൻ ചേർത്തിരുന്നില്ല. ആ ചിക്കൻ്റെ വെള്ളം ഇറങ്ങി നമ്മുടെ ചിക്കൻ നന്നായിട്ട് കുക്കാവുകയും ചെയ്തു. ഈ ചിക്കൻ കറി നമുക്കിനി ഡിഷ് ഔട്ട് ചെയ്യാം. നമ്മുടെ ന്യൂട്രിപോട്ടിലുണ്ടാക്കിയ ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട്. ഒരു ഡ്രോപ്പ് വെള്ളം പോലും ഒഴിച്ചില്ല. പക്ഷേ നമുക്ക് ആവശ്യത്തിന് ഗ്രേവി ചിക്കനിൽ നിന്നും ഇറങ്ങിയ വെള്ളത്തിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താമസിയാതെ വേറെ ഒരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ, ബൈ ബൈ.